ഇനി 16 വർഷമായി കലയാണ് ഞങ്ങളുടെ ലഹരി എന്ന് പ്രഖ്യാപിച്ച വടകര അല്ലമീൻ ആർട്സിലെ യുവാക്കളുടെ ദഫ്മുട്ടിലേക്കാണ്. സൗഹൃദത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തിയ യുവാക്കളെ ലഹരിയിൽ നിന്നും അക്രമത്തിൽ നിന്നും മോചിപ്പിച്ച് കലയിലേക്ക് എത്തിക്കുകയാണ് ആ യുവ കൂട്ടായ്മ. മാപ്പിള കലകൾ ലഹരിയാക്കി മാറ്റിയ കോഴിക്കോട് വടകരയിലെ അല്ലമീൻ ആർട്സിനൊപ്പമാണ് SKN40 ജ്യോതിർഗമയ ഇന്നുള്ളത്. എൻ്റെ പേര് യാസർ എന്നാണ്. നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് കലയാവട്ടെ നമ്മളെ ലഹരി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സ്കൂൾ കലോത്സവങ്ങളിൽ തുടങ്ങിയിട്ട് ഇത് കുട്ടികളിൽ അവരുടെ ബാക്കിയുള്ള എല്ലാ യാത്രയിലും നമ്മുടെ കല തന്നെയാണ്. ഇപ്പോൾ മുട്ടിപ്പാട്ടായിക്കോട്ടെ, ഇപ്പോൾ അറബന കളിച്ച് ദഫ് കളിച്ചല്ലേ വട്ടപ്പാട്ട്, ഏതെങ്കിലും ഒരു കല പരിശീലനത്തിന് ശേഷമാണ് ഇവർ മുട്ടിപ്പാട്ട് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. നമ്മൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് ഈ കലയും അല്ലെങ്കിൽ ആർട്സും. എന്തെങ്കിലും ഒരു രീതിയിൽ കുട്ടി എൻഗേജ്ഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളെ മുമ്പിൽ കാണുന്ന വാർത്തകൾ പോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് അത് കുട്ടികൾ ചേഞ്ച് ആവുകയാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന ടൈമിൽ 100% ഞാൻ അങ്ങനത്തെ ഒന്നുള്ളൊരു രീതിയിലേക്ക് മാറാതിരുന്നത് ഈ ഒരു കല, ഇതിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു രീതിയിലേക്ക് മാറാതിരുന്നത് നമ്മളെ ഈ കല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ടാഗ് ലൈൻ കലയാവട്ടെ നമ്മളെ ലഹരി എന്നുള്ള രീതിയിൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പിള്ളേർ ഒരുപാട് ലഹരിയിൽ ഏർപ്പെടുന്നുണ്ട്. അതേപോലെ അങ്ങനെ ഏർപ്പെട്ട് മാതാപിതാക്കളെ കൊല്ലുകയും അതിൽ നിന്ന് ഒരുപാട് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുപാട് പിള്ളേരാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അതിൽ നിന്നും മാറി നല്ലൊരു രീതിയിലേക്ക് വരാമെന്നുള്ളൊരു ചിന്തയിലൂടെയാണ് നമ്മൾ കലയാട്ടം നമ്മുടെ ലഹരി എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അറബനമുട്ട്, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, അതേപോലെ മുട്ടിപ്പാട്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവും. അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇതുകൂടെ നമുക്ക് ആ കിട്ടുന്നൊരു ലഹരിയിനെക്കാട്ടും കൂടുതൽ ഇതിൽ കുറച്ചും കൂടി നമ്മൾ എൻഗേജ്ഡ് ആയി ഇതിൽ നിന്നാണ് നമുക്ക് ലഹരി കിട്ടുന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടിയും ആനന്ദിച്ച് ആഘോഷിച്ച് സന്തോഷത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കലയാവട്ടെ നമ്മളെ ലഹരി എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ലഹരി മാത്രമല്ല, നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം വളരെ കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ഈ മൊബൈൽ ഫോണിൻ്റെ യൂസേജും. അവരെ റൂമുകളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പലർക്കും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ +1, +2, 9th, 10th ഇവർ തമ്മിലുള്ള ഈഗോ പ്രോബ്ലംസ്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കലയോ ഏതിലെങ്കിലും ടീം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, സീനിയർ ഇല്ല, ജൂനിയർ ഇല്ല, അവരൊരു ടീമാണ്. ആ ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലയായാലും ഏതൊരു സ്പോർട്ടായെങ്കിലും വിജയിക്കും. അപ്പോൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഈഗോ പ്രോബ്ലംസ്, ആ ഒരു സീനിയർ ജൂനിയർ അതൊക്കെ മാറുമ്പോൾ പല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാജേഷ് വെള്ളരിക്കുണ്ടിനും ഹരികൃഷ്ണനുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.